A quick catch up reading for my beautiful souls. How are you guys doing today? What you need to hear right now എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ? ബിക്കോസ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്ന റീഡിങ്സ് നിങ്ങളുടെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫർമേഷൻ കാണിക്കുന്നുണ്ട്, റൈറ്റ്? സോ എവിടെയാണ് ഈ സമയം നിങ്ങൾ വന്ന് നിൽക്കുന്നത്? എന്താണ് നിങ്ങൾ ഈ ചിന്തിക്കുന്നത്? എന്താണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലെറ്റ് സീ. മൈ ഗാഡ്, സച്ച് എ പവർഫുൾ കാർഡ്. സി, മൊത്തത്തിലൊരു അഴിച്ചുപണി നടക്കുന്നുണ്ട് അല്ലെ? സോ നിങ്ങൾ ചില ആക്ഷൻസ് എടുക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട്, ചില ഇൻസൈറ്റ് കിട്ടുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത്. അല്ലെങ്കിൽ ചില ആളുകൾക്ക് ചില വാശി ഉണ്ടാവുന്നുണ്ട്, റൈറ്റ്? അല്ലെങ്കിൽ ക്ലിയർ പിക്ചർ ഉണ്ട് നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്, റൈറ്റ്? അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, സോ ചില കാര്യത്തിൽ നിങ്ങൾ മൊത്തമായിട്ടൊരു അഴിച്ചുപണി നടത്തുന്നുണ്ട്. അത് ഫിസിക്കലി ആയിരിക്കാം, മെന്റലി ആയിരിക്കാം, ആൻഡ് മെയിൻലി നിങ്ങളുടെ റിയാലിറ്റിയിൽ മേജർ ഷിഫ്റ്റ് വരുന്ന രീതിയിലുള്ള ചില ആക്ഷനിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. സി, എത്രമാത്രം ഡിറ്റർമൈൻഡ് ആയിട്ടാണ് നിങ്ങൾ സിറ്റുവേഷൻ നോക്കുന്നത്, എത്ര സ്ട്രോങ് ആണ്, എത്ര സ്ട്രെങ്ത് ആണ് നിങ്ങൾ കാണിക്കുന്നത്. ഫിസിക്കൽ സ്ട്രെങ്ത്, മെന്റൽ സ്ട്രെങ്ത്, ഇമോഷണൽ സ്ട്രെങ്ത്, എനർജറ്റിക്കൽ സ്ട്രെങ്ത്. ഓൾറൈറ്റ്, സോ എനർജറ്റിക്കലി നിങ്ങൾ കുറച്ച് സമയമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാറ്റേൺ ഉണ്ടായിട്ടുണ്ടായിരിക്കണം അല്ലെ? സോ നിങ്ങൾ പെട്ടെന്ന് സെൻസിറ്റീവ് ആയിട്ട് എനർജി കണക്ട് ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യത്തിൽ എൻഗേജ്ഡ് ആവുന്ന ആളുകളായിരിക്കാം. സോ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളത് ബ്ലൈൻഡ്ലി വിശ്വസിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കുറെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നമ്മൾ കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, ബ്ലാക്ക് മാജിക് അതുപോലത്തെ ചില കാര്യങ്ങൾ, അതിൽ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങൾ മുന്നേ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ എനർജറ്റിക്കലി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആവാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ ഒരു രീതിയിലും ഡിസ്ട്രാക്റ്റഡ് ആക്കുന്നില്ല, നിങ്ങൾ അതിന് റെസ്പോണ്ട് കൊടുക്കുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് ദ വേ നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യുക നിങ്ങളുടെ ലൈഫിലേക്ക്. ഓക്കെ, ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതല്ല ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ദൃഷ്ടി, അങ്ങനത്തെ കാര്യങ്ങൾ. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെടുത്ത് പറയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ എന്ന് പറയുന്ന സമയത്ത് അതിന് പിറകെ പോകുന്ന ആളുകളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ആലോചിച്ചെടുക്കുന്നുണ്ടായിരിക്കണം എന്ത് സംഭവിക്കുന്ന സമയത്തും. ഓക്കെ, സോ ഇതൊക്കെ നമുക്ക് കൊടുക്കുന്ന സജഷൻസ് എന്ന് വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ കാര്യങ്ങൾ എടുക്കുന്ന രീതി അങ്ങനെയാണ് ഇത്ര കാലമായിട്ട്. ഓക്കെ, സോ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്താണ് നിങ്ങളും അതിന്റെ ഭാഗമായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതുപോലത്തെ കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുക. സോ എനർജറ്റിക്കലി നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്, ഫിസിക്കലി ഒരുപാട് സ്ട്രെങ്ത് നിങ്ങൾ ഗെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഹെൽത്ത് ഒക്കെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ നല്ല രീതിയിൽ ലൈഫ് പുഷ് ചെയ്യുന്നുണ്ട്, നിങ്ങളൊരു ബെസ്റ്റ് വേർഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റൈറ്റ്? സോ ചില ആളുകൾ അതിനെ പറ്റി ചിന്തിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു കാർഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊരു മേജർ മെസ്സേജ് തരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ. സോളിറ്റ്യൂഡ്. ഓൾറൈറ്റ്, സോ നിങ്ങൾ സോളിറ്റ്യൂഡ് ചൂസ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, കാമാക്കുന്നുണ്ട് നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ശരീരമൊക്കെ കാമാക്കുന്ന ആക്ടിവിറ്റിയിലേക്ക് നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്. മേ ബി നിങ്ങൾ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുക്കുന്നുണ്ടായിരിക്കണം ഈ ഒരു ടൈമിൽ. എന്തെങ്കിലും പഠിക്കുന്നുണ്ട് ആളുകൾ, വളരെ ഫ്രഷ് ആയിട്ട് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, വളരെ കാമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ സംസാരം വളരെ കുറവാവുന്നുണ്ട്. അതിനർത്ഥം നിങ്ങൾ ഇതുവരെ എൻഗേജ്ഡ് ആയിട്ടുള്ള കോൺവെർസേഷനിൽ നിങ്ങൾ പിറകോട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില കോൺവെർസേഷൻ നിങ്ങൾ എൻഡ് ആക്കുന്നുണ്ട്, ചില ആളുകളുമായിട്ടുള്ള ചില സിറ്റുവേഷൻ അല്ലെങ്കിൽ ചില കാര്യത്തെ പറ്റിയിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങൾ ഇനി ഡിസ്കസ് ചെയ്യുന്നില്ല. സി, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ചില മാറ്റങ്ങളെ പറ്റി നിങ്ങൾ ഡെസ്പെറേറ്റ് ആയിട്ട് ഒരാളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ടൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല. ഫൈനലി നിങ്ങൾ ക്ലോസ് ചെയ്യാണ്, നിങ്ങൾ അങ്ങനത്തെ കോൺവെർസേഷൻ നിങ്ങൾ എൻകറേജ് ചെയ്യുന്നില്ല, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഇൻസ്റ്റീഡ് ഓഫ് ദാറ്റ് നിങ്ങൾ നിങ്ങളുടെ മനസ്സമാധാനത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാണ്. സോ ഒരുപാട് വഴക്കിടുക, ഒരുപാട് വാശി കാണിക്കുക, അല്ലെങ്കിൽ ഡെസ്പെറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഇമോഷണൽ ആയിട്ട് നിങ്ങൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. സോ ഡെഫിനറ്റ്ലി നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കാം, നിങ്ങൾ എത്ര പറഞ്ഞിട്ടും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ടാവില്ല ആളുകൾക്ക്. സോ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങൾ ഷട്ട് ഡൗൺ ചെയ്യാണ്. ഓൾറൈറ്റ്, നിങ്ങളെ ഓഫ് ചെയ്യാണ് അങ്ങനത്തെ പ്ലേസിൽ നിന്ന്, അല്ലെങ്കിൽ ഡിസ്കണക്ട് ആവാണ്. നിങ്ങൾ സംസാരിക്കുന്നില്ല, നിങ്ങൾ ചില പ്ലേസിൽ സംസാരിക്കുന്നില്ല, ബട്ട് അതാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ചില പ്ലേസിൽ സംസാരിക്കാതിരിക്കുക, സൈലൻസ് ആണ് ഏറ്റവും വലിയ പവർ എന്ന് പറയില്ലേ. സോ ചില ആളുകൾ അങ്ങനെയാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ആൻഡ് വളരെ ക്ഷമയോട് കൂടിയിട്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നത്. നിങ്ങൾക്കറിയാം ചിലത്
നിങ്ങൾ ഒരു ക്ഷമയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ആക്ഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ചില ആക്ഷൻ നിങ്ങളുടെ പുതിയൊരു ഹാബിറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കണം അല്ലെ. സോ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. സോ നിങ്ങൾ പുതിയ പുതിയ ഹെൽത്തി ഹാബിറ്റ്സ് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. സോ അത് പ്രോബബ്ലി ലൈക്ക് നിങ്ങൾ കൂടുതൽ ക്ഷമ പഠിപ്പിച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ കാമാക്കാൻ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ചില ഹാബിറ്റ്സ് നിങ്ങളെ. ഓക്കെ, സോ അത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫിസിക്കലൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ നല്ല രീതിയിൽ കാം ആവുന്നുണ്ട്. നിങ്ങളുടെ മൈൻഡ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ശരീരമാണെന്നുണ്ടെങ്കിലും വളരെ ഒരു സമാധാനം നിങ്ങൾ ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് പല വിധത്തിലുള്ള പല സിറ്റുവേഷൻ അല്ലെങ്കിൽ പല സ്ഥലത്തു നിന്നായിരിക്കാം പല പല സഹായങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ വിചാരിക്കാത്ത പ്ലേസിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് ഹെൽപ്പ് ഉണ്ടാവുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചില ആളുകൾ അയക്കുന്നത് പോലെ. ഓക്കെ, സിറ്റുവേഷനും ആയിരിക്കാം, ആളുകളെന്ന് മാത്രം എന്നുള്ളതല്ല. നിങ്ങളെ ഈ ഒരു പ്ലേസിൽ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ലൈഫിൽ ചില ചില പ്ലേസിലേക്ക് നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ആളുകൾ നിങ്ങൾ വന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളെ എൻകറേജ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളെ വാലിഡേറ്റ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചില ആളുകൾ വന്നിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഉണ്ട് നിങ്ങളെ കാണാൻ, നിങ്ങളുടെ ഭംഗി വർണ്ണിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന ചില കാര്യങ്ങൾ അവർ നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ആളുകൾ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഭംഗി വാക്ക് പറയുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സൈൻ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. സോ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് എന്ത് പറ്റി, എന്തെങ്കിലും ഉദ്ദേശമൊക്കെ വെച്ചിട്ടാണ് എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത്, അങ്ങനെയും നിങ്ങൾ ചിന്തിക്കാം. ഓക്കെ, പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഇതൊക്കെ നിങ്ങൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈൻ ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഈവൻ ആളുകൾ എന്ത് ഇന്റൻഷൻ വെച്ചിട്ട് സംസാരിച്ചോട്ടെ, നിങ്ങൾക്കത് നല്ലതാണോ, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണോ, അത് മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സൈലൻസ് ആണ്. ഓക്കെ, സോ ചില പ്ലേസിൽ മിണ്ടാണ്ടിരിക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അഗൈൻ നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള ആളുകളായിരിക്കാം അല്ലെ. സോ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത് അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സെൽഫ് ഓഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, സെൽഫായിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഇമോഷൻസ്, അത് ഞാൻ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്. നമ്മൾ തന്നെയാണ് നമ്മളെ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത്, നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്നത്. കാരണം നമുക്ക് അറിയുള്ളൂ നമ്മൾ എന്ത് കൈൻഡ് ഓഫ് സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത് എന്നുള്ളത്. സോ നിങ്ങൾ നിങ്ങളുടെ ഇമോഷനിലേക്കൊക്കെ നോക്കുന്നുണ്ട്, അതെങ്ങനെ ഡീൽ ചെയ്യാം, എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരാണ് എന്നെ റൈറ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ളത്. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ പ്രാക്ടിക്കൽ ആയിട്ട് അല്ലെങ്കിൽ വളരെ സെൻസോട് കൂടിയിട്ട് നിങ്ങൾ ചിന്തിക്കാനും കൂടെ തുടങ്ങുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നത്, ഈ ഒരു കാര്യം ഞാൻ പറയുന്നത്, ചില ആളുകളുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരായിട്ടും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കാം അവരൊരു അട്രാക്ഷൻ മറ്റുള്ള ആളുകളുടെ നിന്ന് പിടിച്ചു പറ്റുന്നുണ്ടായിരിക്കാം. സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ്, നിങ്ങളുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞ്, ലൈഫിൽ എന്ത് സംഭവിക്കുന്നില്ല, അങ്ങനത്തെ ചില സ്റ്റോറികൾ പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കൂടുതൽ ഇമോഷണലി ആളുകളിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ പ്രോബബിലി ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ള ആളുകളുടെ അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് കിട്ടാതെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും ഒരുപാട് ഫ്രസ്ട്രേഷൻ ആയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടി ആയിരിക്കും ചില ആളുകൾ പോയിട്ടുള്ളത്, എല്ലാവരുടെ സിറ്റുവേഷൻ അല്ല. ബിക്കോസ് ഒരുപാട് ആളുകൾ നല്ല രീതിയിലുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഷെയറിങ് യുവർ സ്റ്റോറീസ്, സ്റ്റോപ്പ് ഷെയറിങ് യുവർ പ്രോബ്ലംസ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾ ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കോ, എത്രമാത്രം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കോ. ലൈക്ക് ദിസ്, നിങ്ങളുടെ പിക്ചറിൽ വേറെ ഒരാളും ഇല്ല, ഈ ഒരു ടൈം നിങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ആൻഡ് അവിടെ മീൻസ് നിങ്ങൾക്ക് അവിടെ വേറെ ഒരാളും ഉണ്ടാവില്ല എന്നുള്ളതല്ല, നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ മാത്രം ഒരു പ്രസൻസേ ഉണ്ടാവുള്ളൂ. അതായത് ഒരുപാട് ബഹളം, ഒരുപാട് ക്രൗഡ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ കുറവായിരിക്കും. ഓക്കെ, ബിക്കോസ് അതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻസൈറ്റ് കിട്ടുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ ഓഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതും നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, നിങ്ങളെ കൂടുതൽ അവേക്കൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും ആ ഒരു കാര്യമാണ്. ഓക്കെ, നമ്മൾ ഡീപ്പായിട്ട് കണക്ട് ചെയ്യാൻ, മനസ്സിലാക്കാൻ. ബിക്കോസ് ചില ആളുകൾക്ക് നിങ്ങൾക്കൊരു ഡീപ്പ് അവേക്കനിങ് ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ തേർഡ് ഐ ഓപ്പൺ ആവുന്നത് പോലെ. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ ഡീപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ അറിവിനെ പറ്റിയിട്ടായിരിക്കാം, ചില തിരിച്ചറിവായിരിക്കാം, ലൈഫിന്റെ ഒരു കോൺസെപ്റ്റ് ചേഞ്ച് ആവുന്ന ചില കാര്യങ്ങൾ ലൈഫിന് ചില കൺസെപ്റ്റ് ചേഞ്ച് ആവുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ ഇങ്ങനത്തെ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ആയി വരുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് തന്നെ ഓൾറൈറ്റ്, അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത് റൈറ്റ് വേയിൽ. ഓക്കെ, ശരിയായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്.
നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ഡിസയർ, റൈറ്റ് ആയിട്ടുള്ള കാര്യം, ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ഓക്കെ, സോ അത് നിങ്ങളുടെ സർവീസ് ആയിരിക്കാം, നിങ്ങളുടെ പാഷൻ ആയിരിക്കാം, ചില കാര്യങ്ങൾ, ചില ഐഡിയാസ് ഗ്രാൻഡഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലൈഫ് ഒന്നേ തുടങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ സോഴ്സ് ഓപ്പൺ ആയിട്ട് കിട്ടുന്നതായിരിക്കാം. എക്സാക്ട്ലി നിങ്ങൾ എന്തിലേക്കാണോ കണക്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ചില കാര്യത്തിന്റെ ഒരു ബിഗിനിങ് നിങ്ങൾക്ക് ഇട്ടു തരുന്നുണ്ട് ലൈഫ്. ഓക്കെ, അതാണ് നിങ്ങൾക്കൊരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഓക്കെ, എല്ലാം നഷ്ടമായിട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കണം, അല്ലെ? എല്ലാം നഷ്ടമായിട്ട് ഉണ്ടായിരിക്കണം. കാരണം ചില ആളുകൾ നിങ്ങൾ സീറോ എന്നാണ് ചില കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് എന്തോ ഒരു ഐ ഓപ്പണിംഗ് പോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. അത് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു നോളേജ് ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് തന്നെ, അല്ലെങ്കിൽ വളരെ ഡീപ്പ് ആയിട്ടുള്ളൊരു വിസ്റ്റം ആയിരിക്കാം നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു കച്ചിത്തുരുമ്പാണ് ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ലക്കാണ് ഈ ഒരു കാര്യം തിരിച്ചറിയാന്നുള്ളത്. ഓക്കെ, അതൊരു പ്രോമിസ് ആണ്, നിങ്ങൾക്ക് ലൈഫ് തരുന്നൊരു പ്രോമിസ് ആണ്, അഷ്യൂറൻസ് ആണ്. എക്സാക്ട്ലി, ഒരു ഉറപ്പാണ്. ലൈഫ് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ഉറപ്പിച്ചു തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എത്രമാത്രം സപ്പോർട്ട് ഉണ്ട്, നിങ്ങളെ സേഫ് ആണ് എന്നുള്ളത് ഉറപ്പിച്ച് തരുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് നോക്കുക. നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്ട്രഗിളോ, ലൈഫോ, ഹെൽത്തോ, റിലേഷൻഷിപ്പോ, എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ പോലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ കംപ്ലീറ്റ്ലി വേഴ്സ്റ്റ് ആയിട്ട്, നിങ്ങൾ കംപ്ലീറ്റ്ലി ഇങ്ങനെ നിലത്ത് കൊണ്ടിടില്ല. ഏറ്റവും ഉയരത്തുനിന്ന് വീടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാൻഡ് ചെയ്യുന്നത് വളരെ സേഫ് ആയിട്ടായിരിക്കും. ഒന്ന് നോക്കുക. ചെറിയ ചെറിയ കാര്യമായിരിക്കാം, വലിയ കാര്യമായിരിക്കാം, വളരെ മിറാക്കുലസ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ ഇതിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. കാരണം നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്താണ് അതിന്റെ കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരാം. നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്. ഇത് നിങ്ങൾക്ക് എത്രമാത്രം റെസനേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ഡു കമന്റ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.